റഫേൽ ഇടപാടിൽ മോദിക്കെതിരെ അന്വേഷണം വേണമെന്ന് രാഹുൽ ഗാന്ധി. മോദിയുടെ സമാന്തര ഇടപെടൽ അനിൽ അംബാനിക്ക് വേണ്ടി റഫേൽ രേഖകൾ കളവ് പോയെന്ന കേന്ദ്രത്തിന്റെ വിശദീകരണത്തോടെ പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ ശരിയെന്ന് തെളിഞ്ഞെന്നും രാഹുൽ. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് സന്തോഷ് ചേരുന്നു. രാഹുൽ ഗാന്ധി ശക്തമായി മോദിക്കെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ്. പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് സന്തോഷ്? നിർബൻ ഇന്ന് രാവിലെ 9 മണിക്കാണ് രാഹുൽ ഗാന്ധി AICC ആസ്ഥാനത്ത് വാർത്താ സമ്മേളനം നടത്തിയത്. റഫേൽ വിഷയത്തിൽ ഇന്നലെ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ നടത്തിയ വാദത്തിനെ വിമർശിച്ചുകൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം. റഫേൽ ഇടപാടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ക്രിമിനൽ പ്രൊസീജിയർ അടക്കം നിർബന്ധമായും അന്വേഷണം വേണം എന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. റഫേൽ ഇടപാടിൽ അഴിമതിയും ക്രമക്കേടും നടന്നിരിക്കുന്നു. എന്നാൽ ഇത് പുറത്തു കൊണ്ടുവന്ന മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുക്കാനാണ് മോദി ശ്രമിക്കുന്നത്. പുറത്തു വന്നതെല്ലാം പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്ന് മോഷണം പോയ രേഖകളാണ് എന്ന് വ്യക്തമാക്കിയതിലൂടെ ഇതെല്ലാം സത്യമായി യാഥാർത്ഥ്യമായ രേഖകളാണ് എന്ന് സമ്മതിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് 3000 കോടി രൂപയുടെ അഴിമതി ആരോപണമുള്ള റഫാലിൽ നരേന്ദ്രമോദി അന്വേഷണം നടത്തുന്നില്ല? കാരണം അദ്ദേഹം തെറ്റുകാരനല്ലെങ്കിൽ പിന്നെ ഈ സംയുക്ത പാർലമെന്ററി അന്വേഷണത്തെയോ മറ്റ് അന്വേഷണങ്ങളെ ഭയക്കുന്നത് എന്തിനാണ് എന്നും രാഹുൽ ഗാന്ധി ചോദിച്ചു. നിങ്ങൾക്ക് ആർക്കെതിരെ വേണമെങ്കിൽ എന്ത് നടപടിയും എടുത്തോളൂ, എന്നാൽ ഇതെല്ലാം കൂടി പ്രധാനമന്ത്രിയിൽ കൂടി ചുമത്തേണ്ട ഒരു ആവശ്യമുണ്ട്. പ്രധാനമന്ത്രി വഴിവിട്ട് ഇടപെട്ടെന്ന് സൂചിപ്പിക്കുന്ന കരാറുകളാണ് ഇപ്പോൾ എല്ലാം മോഷണം പോയത് എന്ന് പ്രതിരോധ മന്ത്രാലയം സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്നത്. അതിനാകട്ടെ ആ രേഖകളിൽ പറയുന്നുണ്ട്, നേരത്തെ തന്നെ ഒരു നെഗോസിയേഷൻ ടീമിനെ ഇന്ത്യ നിയോഗിച്ചിരുന്നു. അതിനെ മറികടന്നുകൊണ്ടാണ് പ്രധാനമന്ത്രിയും പ്രധാനമന്ത്രിയുടെ ഓഫീസും ഇടപെട്ടിരിക്കുന്നത്. ആ രേഖകളിൽ അതാണുള്ളത്. അങ്ങനെയെങ്കിൽ പ്രധാനമന്ത്രി തന്നെയാണ് ഇതിൽ യഥാർത്ഥ കുറ്റക്കാരൻ. അതെന്തുകൊണ്ട് അദ്ദേഹം അതിൽ നിന്ന് ഒളിക്കാൻ ശ്രമിക്കുന്നത് എന്തിനാണ് എന്നാണ് രാഹുൽ ഗാന്ധി ചോദിച്ചത്. ഈ സർക്കാർ വാഗ്ദാനം ചെയ്ത 2 കോടി തൊഴിൽ കാണാതായി, വിളകൾക്ക് മികച്ച താങ്ങുവില എന്ന് കർഷകരോട് പറഞ്ഞു, അതിപ്പോൾ കാണാനില്ല. 15 ലക്ഷം രൂപ എല്ലാവർക്കും നൽകുമെന്ന് പറഞ്ഞു, അത് കാണാനില്ല. ഇപ്പോൾ റഫേൽ രേഖകളും കാണാനില്ല. അങ്ങനെ ഇത് കാണാതാകലിന്റെ കാലഘട്ടമാണ് എന്നും രാഹുൽ ഗാന്ധി പരിഹസിക്കുകയും ചെയ്തു. ഇതിനിടെ നരേന്ദ്രമോദി ഒരു പ്രതിപക്ഷത്തെ വിമർശിച്ചപ്പോൾ പറഞ്ഞത് പാകിസ്ഥാന്റെ ഭാഷയിൽ സംസാരിക്കുന്നു പ്രതിപക്ഷം എന്നായിരുന്നു. ഇതിനെയും രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനത്തിൽ പരിഹസിച്ചു. രാഹുൽ പറഞ്ഞത്, നിലവിൽ പത്താൻകോട്ടിൽ ഭീകരാക്രമണത്തെ തുടർന്ന് തെളിവ് നൽകാൻ പാകിസ്ഥാനെ ക്ഷണിച്ചത് ഞങ്ങളല്ല, പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ വസതിയിൽ പോയത് ഞങ്ങളല്ല, പിന്നെങ്ങനെയാണ് പ്രതിപക്ഷം പാകിസ്ഥാൻ ഭാഷയിൽ സംസാരിക്കുന്നതെന്ന് പ്രധാനമന്ത്രിക്ക് പറയാനാവുക? വിവരങ്ങൾ വ്യക്തമാണ് സന്തോഷ്, വിവരങ്ങൾ വ്യക്തമാണ്.